ഹായ് SBD ടോക്സിലേക്ക് സ്വാഗതം. ടെക്നോളജി ഒക്കെ എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞാലും ഈ പ്രസവിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ടെൻഷൻ പിടിച്ച ഒരു സംഭവം തന്നെയാണ്. ലേബർ റൂമിൽ കയറ്റി ഇറക്കുന്നത് വരെ, അതായത് കുട്ടിയും അമ്മയും സുരക്ഷിതമാണെന്ന് കേൾക്കുന്നത് വരെ ആ ടെൻഷൻ നിലനിൽക്കും. ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല ആ ടെൻഷൻ ഉണ്ടാവുക, ആ കുടുംബത്തിലെ എല്ലാവർക്കും ഈ ഒരു ടെൻഷൻ ഉണ്ടാവുന്നതാണ് ആ സമയം. ഈ പ്രസവിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കോമന്റ് ചെയ്യുക. കാരണം നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും പെയിനൊക്കെ സഹിച്ചിട്ടാണ് ഇവർ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അവാർഡൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഇത് അവാർഡ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ എല്ലാ തരത്തിലുള്ള പ്രസവത്തിനും കൊടുക്കുന്നില്ല. ഒരു പ്രത്യേക തരം കാറ്റഗറിയിൽ പ്രസവിച്ചവർക്ക് മാത്രമേ ഈ ഒരു അവാർഡ് കൊടുക്കുന്നുള്ളൂ. ഒന്ന് കണ്ടു നോക്കൂ. ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്നുന്ന ഒരു പ്രക്രിയയായിരുന്നു. കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്കിഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചുണക്കുട്ടികളാണ്, സമ്മതിക്കുന്നു. ഈ വീട്ടിലെ പ്രസവം എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ പണ്ടുള്ളപ്പോൾ അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ടുകൾ നോക്കാം, കുറേ പുറകിലേക്ക് പോകുന്നില്ല. 1990-ലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 86 കുട്ടികൾ മരണപ്പെടുന്നു എന്നാണ് കണക്ക്. എന്നാൽ ഇപ്പോൾ 2024-ലെ കണക്കുകൾ പറയുന്നത് ആ ഒരു കണക്ക് 26 കുട്ടികളായി, അതായത് 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 26 കുട്ടികൾ അതിൽ മരണപ്പെടുന്നു എന്ന ഒരു നിരക്ക്, എവറേജ് നിരക്കിലേക്ക് അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. അതിനുള്ള കാരണം എന്താണ്? ഇനി അതുപോലെ തന്നെയാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, അതായത് പ്രസവിക്കുമ്പോൾ മരണപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം. 1900-ലുള്ള കണക്കുകൾ എന്ന് പറയുന്നത് 556 സ്ത്രീകളാണ് പ്രസവിക്കുമ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 2020-ലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന്റെ കണക്കുകൾ പറയുന്നത് ഈ 556 എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് 98 പേരാണ് പ്രസവിക്കുമ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. ഇത്രയും കുറഞ്ഞു. അതിനുള്ള കാരണം എന്താണ്? പിന്നെ കച്ചവടവൽക്കരിക്കുന്നു എന്ന് പറയുന്നത് അത് ഞാൻ നിഷേധിക്കുന്നില്ല. കച്ചവടവൽക്കരിക്കുന്നുണ്ട്. കാരണം നല്ല റേറ്റ് ഓരോ ഹോസ്പിറ്റൽസും ഓരോ റേറ്റ് ആണ്, പലതരം റേറ്റ് ആണ് ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഹോസ്പിറ്റലും അതിന്റെ ഫെസിലിറ്റീസും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ 556 എന്ന് പറയുന്ന കണക്കുകൾ കുറഞ്ഞിട്ട് 98 ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ അതും കുറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഹോസ്പിറ്റലും അതിന്റെ ഫെസിലിറ്റീസും ഡെവലപ്മെന്റും ടെക്നോളജിയും ഒക്കെ തന്നെയാണ്. അല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പ്രസവിക്കുന്ന സമയത്ത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എവിടെ പോവും? എന്ത് ചെയ്യും? നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നവർ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഈ പറഞ്ഞ മരണങ്ങളൊക്കെ 556 സ്ത്രീകൾ മരണപ്പെട്ടിട്ടുള്ളത്. എല്ലാവരുമല്ല, പക്ഷെങ്കിൽ അതിൽ കൂടുതൽ പേർക്കുമുള്ള കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആയിട്ടാണ് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുള്ളത്. ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് ചികിത്സിക്കുമോ? ഇതിൽ അവകാശത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ ബെർത്ത് പ്രൊമോഷനോ ഒന്നുമല്ല, മറിച്ച് തിരിച്ചറിവുള്ള ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരന്റെ അവകാശമാണ്. അതെ, ഒരു സ്ത്രീ എവിടെ പ്രസവിക്കണം, എങ്ങനെ പ്രസവിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അതിനുള്ള ഫ്രീഡവും റൈറ്റും ഒക്കെ നമ്മളുടെ ഭരണഘടന നൽകുന്നുണ്ട്. എവിടുന്ന് വേണമെങ്കിലും പ്രസവിക്കാം, എങ്ങനെ വേണമെങ്കിലും പ്രസവിക്കാം. എന്നാൽ ഇത് പ്രസവിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ ഈ അവാർഡ് പോലെ ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്ത, കാരണം അവാർഡ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ സെറിമണി പോലെ ഉള്ളത്, കോട്ടും തൊപ്പിയും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്ത ആളുകൾ ഒരുമിച്ചുണ്ടാകുമോ? ഇല്ല. എന്തിനു പറയുന്നു? ഭർത്താവ്. ഈ ഭർത്താവ് കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവും. കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം ആകുമ്പോഴത്തേക്കും ആ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ട് പോകും, അല്ലെ? അപ്പോൾ ചിന്തിക്കുക, ഇതൊക്കെ നടന്നിട്ട്, കാരണം ഇത്രയും കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, അതൊക്കെ കുറയാനുള്ള കാരണം ഈ ടെക്നോളജി തന്നെയാണ്. വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നത് നല്ലതല്ല എന്നൊന്നല്ല, പക്ഷെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കുന്നതിലും റിസ്ക് ഉണ്ട്, ഇല്ല എന്നല്ല. രണ്ടിലും റിസ്ക് ഉണ്ട്. വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതായിരുന്നാലും ശരി, ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കുന്നതായിരുന്നാലും ശരി, റിസ്ക് ഉണ്ട്. പക്ഷെങ്കിൽ കമ്പാരിറ്റീവ്ലി ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കുന്നത് റിസ്ക് കുറവാണ്. കുറവ് 0% എന്നല്ല, പക്ഷെങ്കിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക, എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുക. പിന്നെ ഇത് ബർത്ത് പ്രൊമോഷൻ അല്ല എന്ന് പറയുന്നു.
പ്രൊമോഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്തിനാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ഇതുപോലത്തെ ഒരു അവാർഡ്, ഈ അവാർഡ് കൊടുക്കുന്നത് എല്ലാം പ്രസവിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആർക്കാണ് കൊടുക്കുന്നത്? വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നവർക്ക് മാത്രം കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതെന്തേ പ്രൊമോഷൻ അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഇത് പ്രൊമോഷൻ അല്ല എന്ന് പറയുക? സ്വതന്ത്രമായി തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ട് കാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. സ്വതന്ത്രമായി തീരുമാനം എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നാൽ കുറച്ച് ദിവസം മുമ്പ് ന്യൂസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, മീഡിയാസിലൊക്കെ. ന്യൂസ് എന്ന് പറയുന്നത് ഇതേപോലെ വീട്ടിൽ നിന്ന് പ്രസവിച്ച ഒരു കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നൊരു കാര്യമാണ്. അതിന്റെ പിറകെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക. ഇതും കൂടി ഒന്ന് കേട്ടോ. ഈ ഒരു ദിവസത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ. നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും. തിരിച്ചറിവ് നേടി? എന്ത് തിരിച്ചറിവ് നേടി എന്നാണ് പറയുന്നത്? ഉള്ള ബോധവും പോയിട്ടാണുള്ളത് എല്ലാത്തിന്റെയും. കാരണം ഈ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം റിസ്ക് ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആ 556 പെടാതിരിക്കട്ടെ, പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, തീർന്നു അതോടെ, ഖലാസ്. ആരും നോക്കുകയും ചെയ്യില്ല. ഈ പറയുന്നവരും ഇപ്പം വലിയ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ കൂട്ടത്തിൽ ഒരുപാട് പേര്, അവരൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ചിന്തിക്കുക. ഇനിയും ഇതുപോലുള്ള ചുണക്കുട്ടികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തില് ഇവരെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ. ഇനിയുമുണ്ട് അക്യൂഷിൽ ഒരുപാട് ആളുകൾ, അതായത് ബോഡി നെവർ കമ്മിറ്റ് എനി മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോ ഇത് പ്രകൃതിയാ നടക്കേണ്ട ആ ഒരു പ്രസവം എന്ന പ്രക്രിയയെ, പക്ഷെ ഇന്ന് നമുക്കറിയാലേ ഹോസ്പിറ്റലുകളിലും അല്ലാതെയൊക്കെ ഇതിന് വല്ലാണ്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത്. അപ്പൊ ശരിക്കും ഇവരിന്ന് ധീര വനിതകൾ തന്നെയല്ലേ? ഈ സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയാകാനുള്ളവർ തന്നെയാണ്. എന്ത് മാതൃകയാണെന്ന് പറയുന്നത്? ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്, അല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ ഹോസ്പിറ്റൽസും ഒക്കെ അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ള റിസ്ക് കുറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതിന്റെ റിസ്ക് ഇനിയും കൂട്ടും. കാരണം ഇനിയും ധീരമായിട്ടുള്ള വനിതകൾ ഉണ്ട് എന്നല്ല പറഞ്ഞുള്ളത്. ഇതിന്റെ റിസ്ക് ഇനിയും നിങ്ങൾ തന്നെ കൂട്ടും. അവസാനം മനസ്സിലാകും എവിടെ ചെന്ന് എത്തുമ്പോൾ. അവസാനം 1900-ന്റെ പിറകിലേക്ക് എത്തുമ്പോൾ മനസ്സിലാകും. ഒരുപാട് പേര് മരണപ്പെടുമ്പോൾ മനസ്സിലാകും ഈ ധീര വനിതകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യം. മാതൃകയായിട്ട് എടുക്കാവുന്ന ആൾക്കാർക്കൊക്കെ മാതൃകയാക്കിയിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം സേഫ്റ്റി ഫസ്റ്റ്. സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. സേഫ്റ്റി, ഹെൽത്ത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം മാത്രം എന്തിനും എടുത്തിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങുക. കാരണം ഇതിൽ റോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയും തിരിഞ്ഞു നോക്കില്ല എന്നൊരു കാര്യം ഈ പറഞ്ഞ ഇനിയും ചുണക്കുട്ടികൾ ഉണ്ടെന്നല്ല പറഞ്ഞേ, അവർ ആലോചിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.